കട്ടപ്പന ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്താൻ തെരച്ചിൽ. വീടിനോട് ചേർന്ന തൊഴുത്തുകുഴിച്ചാണ് പരിശോധന. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് പോലീസിനെ വലയ്ക്കുകയാണ് ഒരു പ്രതി. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കുഞ്ഞിന്റെ മൃതദേഹത്തിനായി അന്വേഷണം നടത്തുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ജിംഷാദ്, ഇന്നലെ നിതീഷിന്റെ മൊഴി പ്രകാരം ഇന്നലെ വൈകുന്നേരത്തോടെ കട്ടപ്പന സാഗർ ജംഗ്ഷനിലെ വീട്ടിലെത്തി പോലീസ് 2.5 മണിക്കൂറിലധികം ഇവിടെയുള്ള പശുത്തൊഴുത്തിന്റെ ഭാഗത്ത് പരിശോധന നടത്തി. എന്നാൽ ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധരെല്ലാം തന്നെ സ്ഥലത്തുണ്ടായിരുന്നു. 2.5 മണിക്കൂറിലധികം പരിശോധിച്ച ശേഷം ഈ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളൊന്നും ലഭിക്കാതെ തിരികെ മടങ്ങുകയായിരുന്നു. പിന്നീട് നമ്മളോട് വ്യക്തമാക്കിയത് നാളെയും തിരച്ചിൽ തുടരുമെന്ന ഒരു വ്യക്തത വന്നത്. ഇന്ന് രാവിലെയോടെ തന്നെ തിരച്ചിൽ ആരംഭിച്ചിരുന്നില്ല. പിന്നീട് അറിയാൻ സാധിക്കുന്ന ഈ പ്രതിയായ നിതീഷ് വീണ്ടും മൊഴി മാറ്റിയെന്നാണ് പോലീസിന് അറിയിച്ചത്. കാരണം നിതീഷ് കുഴിച്ച സ്ഥലത്ത് നിന്ന് വീണ്ടും ഈ നവജാത ശിശുവിനെ ഇവിടെ നിന്ന് വീണ്ടും മാറ്റി എന്നുള്ള ഒരു മൊഴിമാറ്റം നടത്തിയിരുന്നു. ഇത് പോലീസിനെ വല്ലാതെ കുഴക്കുകയായിരുന്നു. അതുകൂടാതെ തന്നെ പോലീസ് വിശദമായ ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും വീണ്ടും ഈ പരിശോധന നടത്തുക എന്നും വ്യക്തമാക്കിയിരുന്നു. ഏതായാലും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ തന്നെ വീണ്ടും പോലീസ് ഇപ്പോൾ ഈ സ്ഥലത്തെത്തി വീണ്ടും ഇന്നലെ കുഴിച്ചതിന്റെ അടുത്ത ഭാഗത്തായ തൊഴുത്തിന്റെ എല്ലാ ഭാഗവും തന്നെ കുഴിച്ച് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഈ അവശിഷ്ടങ്ങൾ കിട്ടിയാൽ മാത്രമായിരിക്കും ഇരട്ട കൊലപാതകത്തിലേക്ക് ഈ ചൂണ്ടേണ്ടി വരുന്നത്. ഏതായാലും ഇപ്പോൾ പോലീസ് ഈ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇരട്ട കൊലപാതകം അല്ലെങ്കിൽ ഇത് തെളിയിച്ചാൽ തന്നെ വീണ്ടും ഈ നിതീഷടക്കം ഈ പൂജകളും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഈ മന്ത്രവാദമടക്കമുള്ള കാര്യങ്ങൾ എന്തിനു ചെയ്തു എന്നുള്ള വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതും പരിശോധന പോലീസിന്റെ ഭാഗത്ത് നിന്ന് വ്യക്തമായ ഒരു വിശദീകരണം നമുക്ക് ലഭിച്ചിട്ടില്ല. ഏതായാലും അതും പരിശോധന തുടരും എന്നാണ് അറിയാത്തത്. കാരണം നിതീഷിനെ കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങളും പോലീസിന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പൂജകളോ അല്ലെങ്കിൽ മന്ത്രവാദങ്ങളോ ചെയ്തോ എന്നുള്ള ഒരു വ്യക്തത പോലീസിന് വരുത്തേണ്ടിയിരിക്കുന്നത്. ആദ്യം പോലീസിന്റെ മുന്നിൽ നിൽക്കുന്ന ആദ്യഘട്ട നടപടി എന്ന് പറയുമ്പോൾ ശരി, ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. വീടിനോട് ചേർന്ന് തൊഴുത്ത് കുഴിച്ചാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഇന്നലെ പ്രതി നടത്തിയ പരസ്പര വിരുദ്ധമായ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തെരച്ചിൽ ഈ വിധത്തിൽ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കുഞ്ഞിനായുള്ള തെരച്ചിൽ തുടരുകയാണ്. വിവരങ്ങൾ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ദൃശ്യങ്ങൾക്കൊപ്പം ബിനീഷ് ആന്റണി നൽകിയത്.